ഹലോ, നമസ്കാരം. ടെക്നോളജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുറേ കൂട്ടുകാരിങ്ങനെ ചോദിക്കാറുണ്ട് എക്സലിലെ കുറച്ച് ട്രിക്സ് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എക്സലിലെ കുറച്ച് ട്രിക്സാണ്. എന്ന് വെച്ചാൽ കുറച്ച് ഫോർമുലാസ് ലൈക്ക് VLOOKUP, SUMIFS അതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് VLOOKUP നോക്കാം. VLOOKUP എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടേബിൾ ഉണ്ടാവും. അതിലെ ഡേറ്റ നമുക്ക് വേറെ ഒരിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയാണ് VLOOKUP യൂസ് ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് ഇപ്പം ഇതൊരു ടേബിളാണ്. ടേബിളിൽ കുറേ സംസ്ഥാനങ്ങളുടെ പേരുണ്ട്, പിന്നെ കുറച്ച് ഡേറ്റാസ് ഉണ്ട്. അതിന് പീപ്പിൾ കൗണ്ട്, സാലറി, അങ്ങനെ 2 ഡേറ്റാസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ വേറൊരു സമ്മറി ആക്കണമെന്ന് വെച്ചാൽ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് VLOOKUP യൂസ് ചെയ്യാം. ഉദാഹരണമായിട്ട് ഇതതിൻ്റെ സമ്മറിയാണ്. അതായിട്ട് നമുക്ക് ഈ ടേബിളിലുള്ള ഡേറ്റാസ് ഫസ്റ്റ് ഡിസ്ക്രിപ്ഷൻ അതേപോലെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഒരു ഓപ്ഷൻ വയ്ക്കും. ഡേറ്റ വാലിഡേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ. അത് ലിസ്റ്റ് എടുത്തിട്ട് സോഴ്സ് കൊടുത്ത് ഇത്ര ഏരിയ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിലുള്ള ഏത് സ്റ്റേറ്റിൻ്റെ പേര് വേണമെങ്കിലും ഇവിടെ ചൂസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് തമിഴ്നാട്, ഗോവ. അതിനുശേഷം നമുക്ക് കൗണ്ട് കോളത്തിലുള്ള ഡേറ്റാസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സമ്മറിയിലുള്ള കൗണ്ട് കോളത്തിൻ്റെ അവിടെ VLOOKUPൻ്റെ ഫോർമുല കൊടുക്കാം. ആദ്യമായിട്ട് VLOOKUPൻ്റെ ഫോർമുല VLOOKUP എന്നിട്ട് ലൂക്കപ്പ് വാല്യൂ ആണ്. ലൂക്കപ്പ് വാല്യൂ എന്ന് പറയുന്നത് ഈ ഡിസ്ക്രിപ്ഷനാണ്. അതിനുശേഷം ടേബിൾ അറേ, നമ്മുടെ ഈ ടേബിളിലെ ഇത്ര ഏരിയ സെലക്ട് ചെയ്യുക. അതിനുശേഷം കോളം ഇൻഡെക്സ്, അത് പീപ്പിൾ കൗണ്ട് കിടക്കുന്നത് സെക്കൻഡ് കോളത്തിലായതുകൊണ്ട് കോളം ഇൻഡെക്സ് നമ്പർ 2 ആണ്. കോമ എക്സാക്ട് മാച്ച് എൻ്റർ കൊടുക്കുന്നു. പിന്നെ കോളം തന്നെ കോപ്പി ചെയ്തതിന് ശേഷം സാലറിയുടെ കോളത്തിൽ കൊടുത്തു കഴിഞ്ഞിട്ട് സാലറിയുടെ കോളം കിടക്കുന്നത് തേർഡ് കോളത്തിലായതുകൊണ്ട് നമ്മൾ 3 എന്ന് ടൈപ്പ് ചെയ്യാം, എൻ്റർ കൊടുക്കുന്നു. ഇതിനുശേഷം നമ്മൾക്ക് ആന്ധ്രാപ്രദേശ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശിൻ്റെ 67,500 അത് മാറുന്നതായിട്ട് കാണാം. മുംബൈ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 80 to 10,000. അങ്ങനെ ഈ ടേബിളിലുള്ള ഡേറ്റാസ് ഈ സമ്മറിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ VLOOKUP ഫോർമുല യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഇപ്പം SUMIFS എങ്ങനെയാണെന്ന് നോക്കിയാൽ ഇതേ ടേബിൾ തന്നെ എടുക്കാം. പക്ഷേ ഇത് ഡേറ്റാസ് വേരി ആവും. 60 ഫസ്റ്റ് ഇവിടെ 50 ആയിരുന്നു, ഇവിടെ 60. തമിഴ്നാടിൻ്റെ അവിടെ ഒരു 70 ഇടാം. അതിനുശേഷം 62, 90. ഓക്കെ, ഇപ്പം ഓരോ സ്റ്റേറ്റിൻ്റെയും പീപ്പിൾ കൗണ്ട് വേരി ആവുന്നു. ജസ്റ്റ്
ഇതിനെ നമ്മളിങ്ങനെ സമ്മിഫസ് നോക്കുന്ന പറഞ്ഞാൽ ആദ്യമായിട്ട് ഇതിനെ നമുക്ക് കോപ്പി ചെയ്തിട്ട് ഇവിടെ ഇടാം. അതിനുശേഷം ഡേറ്റ എടുത്ത് സോർട്ട് ചെയ്യുക, റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ പുതിയൊരു ടേബിൾ, ഒരു സമ്മറി ഉണ്ടാക്കുകയാണ്. ഈ ടേബിളിൻ്റെ സമ്മറി ആക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം നമ്മൾ സം ഈഫ് എസ് കൊടുത്തിട്ട് നമ്മുടെ സം റേഞ്ച് എന്ന് പറയുന്നത് പീപ്പിൾ കൗണ്ടിൻ്റെ മൊത്തം ടേബിളിൻ്റെ ആ കോളംസ് എല്ലാം സെലക്ട് ചെയ്യുക. അതിനുശേഷം ക്രൈറ്റീരിയ റേഞ്ച് എന്ന് പറയുന്നത് സ്റ്റേറ്റിൻ്റെ പേരെല്ലാം സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം എന്താണോ നമ്മുടെ ക്രൈറ്റീരിയ അത് നമ്മുടെ സ്റ്റേറ്റ് കൊടുക്കുന്നു, എൻ്റർ കൊടുക്കുന്നു. അപ്പോൾ ആന്ധ്രാപ്രദേശിൻ്റെ 60 ഉണ്ട്, 90 ഉണ്ട്. സോ ടോട്ടൽ ഈസ് 150. അങ്ങനെ ഇതേ ഫോർമുല നമുക്ക് താഴോട്ട് കോപ്പി ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽസ് ലോക്ക് ചെയ്യേണ്ടതാണ്. അപ്പം നമ്മുടെ ടേബിളിൻ്റെ സെല്ല് ലോക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഫോർമുലയിൽ ഡോളർ കൊടുത്താൽ മതിയാവും. അതിനുശേഷം നമ്മുടെ ക്രൈറ്റീരിയയിൽ എങ്ങനെയാണ് ഡോളർ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് ഞാനിപ്പോൾ താപ്പോട്ട് ഡ്രാഗ് ചെയ്യാൻ പോകണം. അപ്പോൾ എൻ്റെ റോസ് എല്ലാം വേരി ചെയ്യും, അതേസമയം കോളം സെയിം ആയിരിക്കും. അതുകൊണ്ട് ഞാൻ അതിൻ്റെ എച്ചിൽ മാത്രം ഡോളർ കൊടുക്കും. അതിനുശേഷം എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് ഇതിനിങ്ങനെ ഡ്രാഗ് ചെയ്യുന്നു. ഏറ്റവും താഴെ ക്ലിക്ക് ചെയ്യുന്ന കഴിഞ്ഞാൽ അറിയാം നമ്മുടെ ടേബിൾ അതേപോലെ തന്നെ ലോക്ക് ചെയ്തിരിക്കുകയാണ്. പക്ഷെങ്കിൽ റോസ് വേരി ആയിട്ട് നമ്മുടെ സമ്മറിയിലെ റോസ് വേരി ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് സമ്മിഫസ് ഫോർമുല യൂസ് ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ നിന്നാൽ മതിയാവും. അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നതിനും വരെ നന്ദി, നമസ്കാരം.